3 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചു. അതിലൊരു വേൾഡ് കപ്പ് സ്വന്തമാക്കി, ബാലൻഡിയോറുകൾ സ്വന്തമാക്കി. അതുപോലെ ഒരു കായിക താരത്തിൻ്റെ ജീവിതത്തിൽ, ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാവുന്ന എല്ലാ അംഗീകാരങ്ങളും സ്വന്തമാക്കി എന്ന് പറയാം. എന്നിട്ടും ലയണൽ മെസ്സി ആളുകൾ ക്രൂശിക്കുന്നു. ഒരു ഫൈനൽ തോൽവിക്ക് ശേഷം ഇവന് റൊസാരിയോയിൽ പാട്ടകർക്കിക്കൂടെ? ഫിഫയുടെ പ്രസിഡന്റുമായിട്ട് ലയണൽ മെസ്സിയുടെ രംഗങ്ങൾ AI വീഡിയോ ആക്കി പ്രചരിപ്പിക്കുന്നു. ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാനൊന്നും ആയിരിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഈ ഫുട്ബോൾ ചർച്ച നടത്താനും അല്ല ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. അവരുടെ ഫാൻസ് നമ്മളെ കളിയാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചതുപോലെ ചെയ്യുന്നത് തുടങ്ങിയ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിത് പറഞ്ഞത് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പലപ്പോഴും സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ അംഗീകരിക്കും എന്നൊരു ചിന്തയിലാണ്. സക്സസ് കിട്ടാത്ത ഇപ്പം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തിലൊക്കെ അവർ ഭയങ്കര പ്രയാസത്തോടെയും ഇതാണ് ലൈഫിലെ ഏറ്റവും കട്ടിയേറിയ നിമിഷങ്ങൾ എന്നൊക്കെ വിചാരിച്ചാണ് അവർ കടന്നു പോകുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. നമ്മൾ സക്സസിൽ എത്തിയാലും ഇപ്പം MBBS നേടിയെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മളെക്കുറിച്ച് ഇവനൊരു വെറും MBBS ഡോക്ടറാണ്, ഒരു വെറും എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ MBBSന്റെ മുമ്പിൽ ആൾക്കാർ കുത്തിക്കയറ്റി വെക്കുന്നുണ്ടാവും. അപ്പോൾ ആളുകളെ നോക്കി ആളുകളുടെ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയൊക്കെ ലൈഫിലെ ഏറ്റവും രസകരമായിട്ടുള്ള മൊമെന്റുകൾ ആസ്വദിക്കാതെ, ഇപ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ടീച്ചറെ കേൾക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അതൊന്നും എൻജോയ് ചെയ്യാതെ നമ്മൾ ഏതോ ഭാവിയിൽ വരാൻ പോകുന്ന നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നല്ലതല്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ.